നാട്ടുവിശേഷങ്ങൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. സംയുക്ത മത്സ്യത്തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ DD ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. മലമ്പുഴ ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥരുടെ രാഷ്ട്രീയ പക്ഷപാതത്തിനെതിരെ മത്സ്യത്തൊഴിലാളി സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും DD ഓഫീസിനു മുന്നിൽ പ്രതിഷേധ ധർണയും നടത്തി. ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിലെ അഴിമതി അന്വേഷിക്കുക, മത്സ്യത്തൊഴിലാളികൾക്ക് നൽകേണ്ടതായ ആനുകൂല്യങ്ങൾ രാഷ്ട്രീയം നോക്കാതെ നൽകുക, മത്സ്യബന്ധനത്തിന് ഡാമിൽ പോയ തൊഴിലാളികൾക്ക് അപകടം സംഭവിക്കുകയാണെങ്കിൽ രക്ഷിക്കാനുള്ള ബോട്ട് സംവിധാനം ഉണ്ടാക്കുക, മത്സ്യബന്ധനത്തിന് പോയി പുലർക്കാലം 4 മണിക്ക് കരയ്ക്കെത്തുന്ന തൊഴിലാളികൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നടത്തുന്നതിന് ശൗചാലയങ്ങൾ നിർമ്മിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ സമരം. മലമ്പുഴ ഗാർഡന് മുന്നിലെ മത്സ്യസ്റ്റാൾ പരിസരത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ റാലി കാർ പാർക്ക്, പാമ്പ് വളർത്തൽ കേന്ദ്രം വഴി ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിന് മുന്നിലെത്തി. തുടർന്ന് നടന്ന ധർണ മത്സ്യത്തൊഴിലാളി യൂണിയൻ BMS സംസ്ഥാന വൈസ് പ്രസിഡന്റ് T. ശിവദാസ് ഉദ്ഘാടനം ചെയ്തു. AIFC ജില്ലാ വൈസ് പ്രസിഡന്റ് A. ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. INTUC നേതാവ് MC സജീവൻ മുഖ്യപ്രഭാഷണം നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വിനോദ് ചെറാട്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് A. ഷിജു, BMS മേഖലാ സെക്രട്ടറി P. പ്രകാശൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. സമരത്തിന്റെ ഭാവം മാറും, സമരത്തിന്റെ ഭാവം മാറും, ഭാവം മാറും, രൂപം മാറും, കാലം മാറും, ഭരണം മാറും, കാലം മാറും, ഭരണം മാറും, കാലം മാറും, ഭരണം മാറും, കാലം മാറും, ഭരണം മാറും. കണക്ക് ഞങ്ങൾ ചോദിക്കും, കണക്ക് ഞങ്ങൾ ചോദിക്കും, കണക്ക് ഞങ്ങൾ ചോദിക്കും, കണക്ക് ഞങ്ങൾ ചോദിക്കും. സൂചന സമരം സിന്ദാബാദ്, സൂചന സമരം സിന്ദാബാദ്, പ്രതിഷേധ മാർച്ച് സിന്ദാബാദ്, പ്രതിഷേധ മാർച്ച് സിന്ദാബാദ്, DD ഓഫീസ് മാർച്ച് സിന്ദാബാദ്, DD ഓഫീസ് മാർച്ച് സിന്ദാബാദ്, മത്സ്യത്തൊഴിലാളി യൂണിയൻ സിന്ദാബാദ്, മത്സ്യത്തൊഴിലാളി യൂണിയൻ സിന്ദാബാദ്, സംയുക്ത മത്സ്യത്തൊഴിലാളി യൂണിയൻ സിന്ദാബാദ്, സംയുക്ത മത്സ്യത്തൊഴിലാളി യൂണിയൻ സിന്ദാബാദ്. കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കാനുള്ള കാരണത്തെ സൂചിപ്പിക്കുന്നു. നമുക്കറിയാം, ഈ ഡാമിനെ സംബന്ധിച്ചുള്ള കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികളുമായിട്ടുള്ള കൂടുകൃഷി, കോടിക്കണക്കിന് രൂപയുടെ ഡാമിന്റെ അകത്ത് നടത്തിയ കൂടുകൃഷിയെ സംബന്ധിച്ചുള്ള അന്ന് ജോലി ചെയ്തു വന്നിരുന്ന തൊഴിലാളികൾക്ക് വേതനം കൊടുക്കാതെയും മഴയും വെയിലും നോക്കാതെ തന്റെ വീട്ടിലെ കുഞ്ഞുങ്ങളെ നോക്കുന്നത് പോലെ കുടുംബ ഉപജീവന മാർഗം കഴിയുന്ന മത്സ്യത്തൊഴിലാളികൾ അവിടെ ഡാമിലെ അനധികൃതമായി മത്സ്യം പിടിക്കുന്നവരെ കൂടി അത് നടപടിയെടുക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് കുറച്ചു മാസങ്ങളുടെ മുന്നേ തന്നെ ശക്തമായ പെട്രോൾ കമ്മിറ്റി ഉണ്ടാക്കുകയും ഇവിടെ മലമ്പുഴ ഡാമിലുള്ള പോലീസ് പരിധിയിൽ വരുന്ന SIക്ക് കത്ത് കൊടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഡാമിന്റെ അകത്ത് 108 തൊഴിലാളികളില്ലാത്ത തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് ഇറങ്ങാനുള്ള ഒരു സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞതിലെ കുറച്ചു വർഷങ്ങളുടെ മുന്നേ, 1 വർഷം മുന്നേ മത്സ്യമന്ത്രി ഇവിടെ വന്നിരുന്നു. ഈ ഡാമിലെ മത്സ്യമന്ത്രി ഇവിടെ വരികയും ലക്ഷക്കണക്കിന് രൂപ അതിനുവേണ്ടി ചിലവാക്കപ്പെടുന്നു. ആ പൈസ ആരുടെയാണ്? ഈ തൊഴിലാളികൾ അധ്വാനിച്ച പണം കൊണ്ട് 1 ലക്ഷത്തോളം രൂപ. അത് കൃത്യമായ കണക്ക് ഇവിടുന്ന് ബോധിപ്പിച്ചിട്ടില്ല. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് തൊഴിലാളികൾക്ക് സംരക്ഷണത്തിന് വേണ്ടിയുള്ള നടപടികൾ കൈക്കൊള്ളണം. ആ തൊഴിലാളികളെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനുള്ള സംവിധാനം ഈ ബോർഡിൽ നിന്നുണ്ടാകണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഞാൻ പറയാൻ കാരണം, മലമ്പുഴ ഡാമിന്റെ പൂർണ്ണ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ മത്സ്യത്തൊഴിലാളികൾക്ക് എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ ഇവിടെ ബോട്ടില്ല. അതേപോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള വർഷം തോറും കൊടുക്കേണ്ട വലകൾ
സൗജന്യമായി കൊടുക്കാനുള്ള ഫണ്ട് ഇവിടെയുണ്ട്. ആദ്യം ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ്റെ കയ്യിൽ നിന്ന് വേണ്ട, ഇവിടുത്തെ MLA കയ്യിൽ നിന്ന് വേണ്ട, ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് വേണ്ട, തൊഴിലാളികൾ അധ്വാനിച്ച ലാഭത്തിൻ്റെ വിഹിതം നമ്മുടെ ഈ ബോർഡിലുണ്ട്. മലമ്പുഴ ഡാമിൻ്റെ അകത്തുള്ള തൊഴിലാളികളുടെ ഫണ്ടുണ്ട്. അത് പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള എല്ലാ വർഷങ്ങളും ഒരു സമയത്ത് ഇത്തരത്തിലുള്ള തൊഴിലാളികൾക്ക് ഗുണപരമായിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള സാമ്പത്തിക ശേഷിയുള്ള മലമ്പുഴ ഡാമിലെ തൊഴിലാളികൾക്ക് നടപ്പിലാക്കണമെന്ന് ഞങ്ങൾ സൂചിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ ഡാമിലുള്ള മത്സ്യത്തൊഴിലാളികളുടെ മൊബൈൽ ഗ്രൂപ്പിലൂടെ ഒരു വാർത്ത കാണാൻ കഴിഞ്ഞു. 9-ാം തീയതി കൂടിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി റദ്ദു ചെയ്തുകൊണ്ട് പുതിയ തീരുമാനം വരുന്നവരെ അന്നെടുത്ത തീരുമാനം മുഴുവൻ തന്നെ ക്യാൻസൽ ചെയ്തു എന്നുള്ള ഒരു മാനദണ്ഡമാണ്. അതെന്താ? ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിക്കുകയുണ്ടായിരുന്നു, മത്സ്യക്കുഞ്ഞുങ്ങള് 1 കിലോ 200 ഗ്രാം 800 ഗ്രാം വരുന്ന മത്സ്യക്കുഞ്ഞുങ്ങൾ പിടിക്കാൻ പാടില്ല എന്ന് തീരുമാനിച്ച 9-ാം തീയതി കൂടിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ വളരെ കണ്ണി അനുസരിച്ചുള്ള തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. ആ തീരുമാനം കാട്ടിപ്പറപ്പിച്ചുകൊണ്ട് ഒരു വൈറ്റ് പേപ്പറിൽ എഴുതി കൊടുത്ത് ഞങ്ങൾ നടത്തുന്ന പ്രതിഷേധമാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള 2 കിലോ 3 കിലോ വരെ വരുന്ന കട്ടിലയായുള്ള മത്സ്യക്കുഞ്ഞുങ്ങളെല്ലാം പിടിച്ചുകൊണ്ട് ഡാമിലേക്ക് വരുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ ലാഭമുണ്ടാകുന്ന ആ മത്സ്യക്കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ട് ഒരു വിഭാഗം പ്രതിഷേധിച്ചു എന്നാണ് പറയാൻ കഴിയുന്നത്. ആർക്കെങ്കിലും പ്രതിഷേധിക്കാൻ മത്സ്യക്കുഞ്ഞുങ്ങളുടെ ഡാമിലുണ്ടാകുന്ന ലാഭവർദ്ധനവ് ഇല്ലായ്മ ചെയ്യാനല്ല, ചാക്ക് കണക്കിന് മത്സ്യക്കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ട് മത്സ്യ മാർക്കറ്റായിട്ടുള്ള നമുക്കെല്ലാവർക്കും അറിയാം, അവിടെ രാവിലെ കൊണ്ട് കൊട്ടുന്ന സമയത്ത് അരച്ചാക്ക് കണക്കിൽ 2 കിലോ 3 കിലോ വരേണ്ട കട്ടില കുഞ്ഞുങ്ങളെല്ലാം പിടിച്ചുകൊണ്ട് ഞങ്ങൾ പ്രതിഷേധിക്കുന്നു പറയുന്നു. ഇത് നടപടിയെടുക്കേണ്ടത് ഉദ്യോഗസ്ഥന്റെ മാനദണ്ഡമല്ലേ? ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ മഴയും വെയിലും നോക്കാതെ അധ്വാനിക്കത്തിന്റെ വേതനത്തിന്റെ ലാഭം കൊണ്ടാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരും മാസം 31 കഴിയുമ്പോൾ ശമ്പളം എത്തുന്നത് എന്നുള്ള കാര്യം മറക്കരുത്. നിങ്ങളുടെ ആരുടെയും തറവാട് സ്വത്തല്ല. നിങ്ങൾക്ക് ശമ്പളം തരുന്നത് മത്സ്യത്തൊഴിലാളികൾ അധ്വാനിച്ചുകൊണ്ട് ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ മഴയും വെയിലും നോക്കാതെ ആ ഡാമിലെ സ്വന്തം കുഞ്ഞുങ്ങളെ നോക്കുന്ന പോലെ തന്നെ പെട്രോൾ കമ്മിറ്റി നടപ്പിലാക്കി ആ മത്സ്യം അനധികൃതമായി പിടിക്കുന്നവരെ നടപടിയെടുക്കുന്ന സംവിധാനത്തിലേക്ക് പോകുന്നത്. ഒന്നും നോക്കാതെ ഒരു വലിയ തൊഴിൽ മേഖല സൃഷ്ടിച്ചുകൊണ്ട് വളരെ വിപ്ലവകരമായ ഒരു തീരുമാനമാണ് അന്നത്തെ ഗവൺമെന്റ് ഈ മത്സ്യത്തൊഴിലാളി മേഖലയിൽ എടുത്തത്. അതിനുശേഷം വർഷങ്ങൾ കടന്നുപോയി. ഏകദേശം ഒരു 5-8 വർഷമായിട്ട് ഏകാധിപത്യ പ്രവണതയുടെ ഭാഗമായിട്ടാണ് ഇവിടുത്തെ ചില CITU നേതാക്കന്മാരുടെ ഒത്താശയോടുകൂടി ഇവിടുത്തെ DDയും അതിന് പിറകിൽ നിന്ന് നയിക്കുന്ന സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള വളരെ അവരെ ഏത് തരത്തിൽ സംബോധന ചെയ്യണമെന്ന് അറിയുന്നില്ല. കാരണം ഇതുപോലെ അഴിമതിയുടെ ഒരു കൂടാരമായ ഒരു സ്ഥാപനം മലമ്പുഴ പഞ്ചായത്തിൽ വർക്ക് ചെയ്യുന്നത്. ഇവിടെ ഒരുപാട് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുണ്ട്. ഇറിഗേഷന്റെ ഡിവിഷൻ ഓഫീസുണ്ട്, DD ഓഫീസുണ്ട്, മേഖലാ കോഴി വളർത്തൽ കേന്ദ്രങ്ങളുണ്ട്. ഇതുപോലെ കൈയിട്ട് വാരുന്ന ഒരു സ്ഥാപനം. കാരണം വെള്ളമാണ്, വെള്ളത്തിൽ എന്ത് ചെയ്താലും ആരും ഒന്നും കാണില്ല. അതാണ് അവരുടെ പുറകിലെ ഏറ്റവും വലിയ ഉദ്ദേശങ്ങളിലൊന്ന്. കഴിഞ്ഞ മാസം 9-ാം തീയതി നടത്ത ഒരു ചർച്ചയുമായി ബന്ധപ്പെട്ട് ആ ചർച്ചയിലെടുത്ത തീരുമാനങ്ങളുടെ നഗ്നമായ ലംഘനങ്ങളാണ് ഈ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്യോഗസ്ഥർ നടത്തിയിരിക്കുന്നത്. തീർത്തും ഒരു സമാധാനപരമായിട്ടുള്ള ഒരു സമരമാണ് ഇന്ന് മലമ്പുഴ ഫിസ്റ്റാളിൽ നിന്നും ഈ DD ഓഫീസിലേക്ക് നടത്തുന്നത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഞങ്ങൾ ഈ 20-30 പേരും വരുന്ന ഒരു മത്സ്യത്തൊഴിലാളികൾ സമാധാനപരമായി നടത്തിയ ഒരു മാർച്ച്. ഇവിടെ ഞങ്ങളാരും നിങ്ങളുടെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഓഫീസ് തല്ലിപ്പൊളിക്കാനോ നിങ്ങളുടെ ഓഫീസ് കൈയാറാനോ അല്ല വന്നത്. ഒരു 2 ജീപ്പ് പോലീസിനെ നിർത്തി ഈ തൊഴിലാളികളെ ഭയപ്പെടുത്താമെന്നാണ് ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാർ കരുതുന്നതെങ്കിൽ നിങ്ങളോട് ആദ്യമേ പറയാനുള്ളത്, നിങ്ങൾക്ക് ശമ്പളം തരുന്നത് CITUയുടെ ഓഫീസിൽ നിന്നോ മലമ്പുഴ ലോക്കൽ കമ്മിറ്റി ഓഫീസിന്റെ കയ്യിൽ നിന്നോ അല്ല. നിങ്ങൾ ജനങ്ങളുടെ നികുതിപ്പണം വാങ്ങിയാണ് നിങ്ങൾക്ക് ശമ്പളം തരുന്നത്. ആ ശമ്പളം വരുമ്പോൾ സർക്കാരിന്റെ മാനദണ്ഡങ്ങൾ പ്രകാരം സർക്കാരിന്റെ തൊഴിലാളികളുടെ ന്യായത്തിനും അവരുടെ പുരോഗതിക്കും വേണ്ടിയിട്ടാണ് നിങ്ങളിവിടെ പ്രവർത്തിക്കേണ്ടത്. CITUവിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇവിടുത്തെ DD ഉൾപ്പെടെ
ഉൾപ്പെടെയുള്ള ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഭരണം നടത്തുന്നത്. 2 വിരല് വലിപ്പമാകുന്നവരെയാണ് വളരെ സംരക്ഷിച്ച് വളർത്തി കണ്ണി നിയന്ത്രിച്ചിട്ട് സർക്കാരിന്റെ ഒരു മാനദണ്ഡ പ്രകാരമാണ് 8 സംഘത്തിന്റെ എക്സിക്യൂട്ടീവ് മെമ്പറിന്റെ കൺട്രോളിലാണ് ഇത് പോണത്. ഇപ്പൊ ചില CIT മെമ്പർമാര് ഇത് നിർബന്ധമായിട്ട് നമ്മളെ കരുതി വെച്ച വിത്ത് നെല്ല് കുത്തിത്തിന്നുക എന്നുള്ളൊരു പ്രവണതയാണ് ഇവിടെ നടക്കുന്നത്. അത് ഇൻസ്പെക്ടറിന്റെ ഒത്താശയും. അതുകൊണ്ടാണ് ഈ പ്രതിഷേധം ധർണ ഇവിടെ വെക്കാൻ ഇടയായത്. ഉത്തമ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ സിന്ദൂരം മാരേജ് ബ്യൂറോ, അയ്യപ്പുരം, പാലക്കാട് 3 സേവനത്തിൻ്റെ 27ാം വർഷം.